ഹായ് ഓൾ, വെൽക്കം ടു ഫാമ ഡെയിലി ഡോസ്. സോ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഡയബറ്റിക് ഡ്രഗ് ആണ് പഠിക്കുന്നത്, മെറ്റ്ഫോമിൻ. മെറ്റ്ഫോമിൻ ഒരു ബൈഗ്വാനൈഡ് ക്ലാസ് ഓഫ് ഡ്രഗ് ആണ്. ഇത് ടൈപ്പ് 2 ഡയബറ്റിസ് മെല്ലിറ്റസിന്റെ ട്രീറ്റ്മെന്റിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി മെറ്റ്ഫോമിന്റെ മെക്കാനിസം എന്താണ്? ഇറ്റ് ആക്ടിവേറ്റ് AMPK. സോ മെറ്റ്ഫോമിനെ നമ്മൾക്ക് AMPK ആക്ടിവേറ്റർ എന്നുകൂടി വിളിക്കാം, അതായത് അഡിനോസിൻ 5' മോണോഫോസ്ഫേറ്റ് പ്രോട്ടീൻ കൈനേസ്. അങ്ങനെ ഹെപ്പാറ്റിക് ഗ്ലൂക്കോനിയോജനസിസ് ഇവിടെ ഡിക്രീസ് ആവുന്നു. സോ ലിവറിലുള്ള ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഇവിടെ കുറയുന്നു. അതുപോലെ തന്നെ മെറ്റ്ഫോമിൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടായിട്ട് പോലും നമ്മുടെ ബോഡിക്ക് അതിനോട് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മെറ്റ്ഫോമിന് ഓവർകം ചെയ്യാൻ കഴിയും. ആൻഡ് ഓൾസോ ഇറ്റ് റെഡ്യൂസസ് ദി ഇൻഡസ്റ്റൈനൽ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ. ഇൻഡസ്റ്റൈനിലുള്ള ഗ്ലൂക്കോസ് അബ്സോർപ്ഷനും മെറ്റ്ഫോമിൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. Now, what are the adverse effects of metformin? First one is lactic acidosis. Lactic acidosis is a rare but serious adverse effect of metformin. And second one is vitamin B12 deficiency. And next is gastrointestinal upset. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റ്, മെറ്റ്ഫോമിൻ ഹൈപ്പോഗ്ലൈസീമിയ കോസ് ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ മെറ്റ്ഫോമിൻ ചെറിയ രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്നുണ്ട്. Now, some of the questions are, metformin belongs to which class of drug? Option A, sulfonylurea. Option B, biguanides. Option C, insulin. Option D, thiazolidinediones. And the answer is biguanides. So, രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. Okay, all the best for your exams and stay tuned for the next daily dose.